നിങ്ങൾ എമ്പുരാൻ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. കാരണം ഞാൻ പറയാൻ പോകുന്നതിൽ സ്പോയിലർ കണ്ടന്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. ഞാനിത് രണ്ടാമത് ഇപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പേഴ്സണലി നല്ലൊരു ലാലേട്ടൻ ഫാനാണ്. ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ എന്നുള്ള പ്രതീക്ഷയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, അന്ന് പേഴ്സണലി എനിക്കൊരു ആവറേജ് പടം മാത്രമായിട്ടാണ് അന്ന് ഫീൽ ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഫാക്ട്സ് ഉണ്ട് അതിൽ. ലൂസിഫറിന്റെ അവസാനം നമ്മൾ ലോകം ഭരിക്കുന്ന ഒരു ഗാങ്സ്റ്റർ എന്നുള്ള രീതിയിലായിരുന്നു ലാലേട്ടനെ പ്രസന്റ് ചെയ്ത് അവസാനിപ്പിച്ച സിനിമ. അപ്പോൾ നമ്മൾ ഒരു ഗോഡ് ഫാദർ കൺസെപ്റ്റിലാണ് ലാലേട്ടനെ നമ്മൾ ഈ സിനിമയിൽ പ്രതീക്ഷിച്ചത്. ലൈക്ക് പുള്ളി ഇറങ്ങിപ്പോയി ചെയ്യേണ്ട കാര്യമില്ല. പുള്ളി ലൈക്ക് ഒരു എന്താ പറയാ, ആജ്ഞാപിച്ചാൽ മാത്രം മതി. അപ്പൊ ആ ഒരു ഓക്കെ, അപ്പം നമ്മൾ ഈ ലോകം ഭരിക്കുന്ന ഒരു രണ്ട് ഗ്രൂപ്പിലെ മെയിൻ ഒരു ഗാങ്സ്റ്റർ ആണ് ലാലേട്ടൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൂസിഫർ കണ്ടത്. അപ്പൊ അത് പ്രതീക്ഷിച്ച് ആണ് നമ്മൾ സിനിമയ്ക്ക് പോയത്. അപ്പോൾ പൃഥ്വിരാജിന്റെ തന്നെ ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്, ഒരിക്കലും ലാലേട്ടനെ ഒരു ക്ലോസ്ഡ് ഫാക്ടറിയിലുള്ള ഒരു അടി നിങ്ങൾ പ്രതീക്ഷിച്ച് വരരുതെന്നുള്ളത്. അത് തന്നെയായിരുന്നു ഞങ്ങളുടെയും പ്രതീക്ഷ. ലാലേട്ടൻ അങ്ങനെ കാണാനല്ല, ലാലേട്ടൻ ആജ്ഞാപിക്കുകയാണ് ചെയ്യേണ്ടത്. ലാലേട്ടൻ പോയി ബംഗാളികളെ ഇടിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലായിരുന്നു. പക്ഷെ സിനിമയിൽ സെക്കൻഡ് ഹാഫിലെ ലാസ്റ്റത്തെ ഫൈറ്റില് എന്താ ഈ പറഞ്ഞ അവരെ പോയി ഇടിക്കേണ്ട, ലാലേട്ടൻ പോയി ഇടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ സിനിമ കണ്ടപ്പോൾ ഉള്ള ഇംപ്രഷൻ. അതേപോലെ എനിക്ക് ബീജിയം ഒരു തരത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആവറേജ് ആണ്, ഞാൻ പറഞ്ഞു ആവറേജ് ആണ്. സിനിമ എലിവേറ്റ് ചെയ്യാൻ ഒട്ടും പറ്റിയിട്ടില്ല. അതില് ദീപക് ദേവ് പറയുന്ന ന്യായം എന്ന് പറയുന്നത് സിനിമയെ ബീജിയം ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു ബീജിയം കാരണം ഒരു സീൻ ഒരിക്കലും എലിവേറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയിലർ എന്നൊരു സിനിമ അനിരുദ്ധ് എന്താണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ അതുപോലത്തെ ഒരു അങ്ങനത്തെ ആ ഒരു സാധനം അല്ല പ്രതീക്ഷിക്കുന്നത്. ക്ലാസ് തന്നെയാണ് പ്രതീക്ഷ. പക്ഷെ ആ ലാലേട്ടന്റെ ഒരു ഇൻട്രോ സീനില്ലേ, ഫസ്റ്റ് ഇൻട്രോ സീനില് ഞാൻ ഇന്ന് രണ്ടാമത് കണ്ടപ്പോൾ ശ്രദ്ധിച്ച് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ എന്നുള്ള രീതിയിൽ വന്നിട്ട് അതിനകത്ത് അലർന്നേക്ക് ഒരു സൗണ്ടൊക്കെ ആഡ് ചെയ്തേക്കും. അതൊക്കെ ഭയങ്കര ഒരു, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകം ഭരിക്കുന്ന ഒരു വൻ നെക്സസ് ടീമാണ്. അതിന്റെ ഒരു ഇൻട്രോ ആണ് കാണിക്കുന്നത്. അതിൽ എന്ത് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോ അതാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ സിനിമയില്. അപ്പം അതൊക്കെയായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞ ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഉള്ള എനിക്ക് ഇതായിട്ട് തോന്നിയത്. പിന്നെ അതേപോലെ ഒരു സീൻ ഇന്ദ്രജിത്ത് ആണെങ്കിൽ എബ്രാം ഖുറേഷിയെ കാണാൻ പോകുമ്പോൾ ഉള്ള ഒരു സീനുണ്ട്. അതിൽ ദൂരെ ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു, പെട്ടെന്ന് പുള്ളി പുറകിലോട്ട് കാല് പുറകിലോട്ട് വെച്ച് നടന്ന് മാഞ്ഞു പോകുന്നത്. എനിക്ക് അപ്പൊ ആ സ്പോട്ടിൽ എനിക്ക് സീരിയസ്ലി എനിക്ക് തോന്നി ഇതെന്ത് പ്രേതോ മാഞ്ഞു പോകാനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ഇതൊക്കെ എനിക്ക് ആ ടൈമിൽ ഫസ്റ്റ് ആ ഒരു ഷോ കണ്ടപ്പോൾ എനിക്ക് കോമഡി ആയിട്ട് തോന്നി. ഓക്കെ, അപ്പം അതെല്ലാം വിട്ട് ഞാനപ്പം ഇന്ന് സെക്കൻഡ് ടൈം ഞാൻ കണ്ടപ്പോൾ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ആവറേജ് എന്ന് തോന്നിയ ഒരു പടം ഇന്ന് എനിക്ക് എബോവ് ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തു. മേ ബി ഫസ്റ്റ് ഞാൻ കാണാൻ പോയപ്പോൾ ലാലേട്ടൻ എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ടാണ് ഞാൻ കാണാൻ പോയതെങ്കിൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ കറന്റ്ലി ഇപ്പൊ നടക്കുന്ന പൊളിറ്റിക്കൽ സിനാരിയോ മനസ്സിൽ കണ്ടുകൊണ്ട് പോയതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ ആവറേജ് എന്നുള്ളത് എബോ ആവറേജ് ആയി. ഇതില് കുറെ പേർക്ക് ഈവൻ മഞ്ജു വാര്യറിന്റെ സീനാണെങ്കിൽ പോലും ലാസ്റ്റിൽ വരുന്ന സീനൊക്കെയാണ് ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് രണ്ടാമത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി അവര് കുറെ നമ്മുടെ മുന്നിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതാണ് ഈ സത്യം പറഞ്ഞ ഈ സിനിമ. ഓക്കെ, ഈ ലാലേട്ടന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എബ്രാം ഖുറേഷി എന്നുള്ളൊരു ഫാക്ട് രണ്ടാമതാണ്. മെയിൻ ആയിട്ട് പൊളിറ്റിക്കലി ആണ് ഈ സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് എനിക്ക് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഓക്കെ, പിന്നെ ഇതില് എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് തോന്നുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഇൻട്രോയിലെ ആ ബീജിയം വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാൻ. ഞാൻ പറഞ്ഞ ഭയങ്കര റോക്ക് സ്റ്റാർ ആണെന്നല്ല, സ്റ്റാൻഡേർഡ് ക്ലാസിക് ആയിട്ടുള്ള സാധനമാണ് ഉദ്ദേശിച്ചത്. അതേപോലെ ഇന്ദ്രജിത്ത് മീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ജസ്റ്റ് ആ ഒരു പോർഷൻ മാത്രം, ഈ മിന്നായം പോലെ മാഞ്ഞു പോകുന്നത് അത് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സീൻ ഒന്ന് ജസ്റ്റ് ഒരു 5 സെക്കൻഡിനെ കണ്ട ഒരു കട്ടാണ്. അത് മാത്രം ഒന്ന് കളഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈഡ് ഷോട്ട് പിന്നെ കാണുന്നത് അതൊക്കെ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് വന്നേനെ. നമുക്കൊരു
ഒരു ചിരി വരുന്ന ഒരു സീനായി പോയത്. അങ്ങനെ കാരണം പോട്ടെ, അത് പോട്ടെ. അപ്പൊ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഈ പറഞ്ഞ ഈവൻ ലാസ്റ്റ് ഉള്ള ആ ഒരു ഫൈറ്റ് സീൻ പോലും നമ്മൾ ഡൈജസ്റ്റ് ആയേനെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു, നമ്മൾ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു മനുഷ്യനാണ്. അപ്പൊ അയാൾ വന്ന് ഇവിടെ വന്നിട്ട് ഈ ഹിന്ദിക്കാരുടെ കൂടെ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടർ തന്റെ എന്താ പറയാ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറഞ്ഞ ലാലേട്ടന്റെ വേഷം, അതായത് ആ ഒരു കോട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ജാക്കറ്റ് പോലുള്ള വേഷം, ആ ഒരു കോട്ടിട്ട് വരുന്ന ആ വേഷം, അത് ആക്ച്വലി എബ്രഹാം ഖുറേഷി ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ മാത്രം, അതായത് ഇൻട്രോ ആ ഒരു ടൈം പീരീഡ് മാത്രം ഇട്ടിരുന്നാൽ മതിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ആ ഒരു ജാക്കറ്റ് പോലുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളും ആവശ്യമില്ലായിരുന്നു. കാരണം ആ ഒരു ടൈമിൽ ആ ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒരു എബ്രഹാം ഖുറേഷിയാണ് കാണുന്നത്. പുള്ളി ഇവിടെ വന്നിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഇങ്ങനെ അവിടെ പോയി തീർക്ക് എന്ന് പറയേണ്ട ഒരു വ്യക്തിയാണ്, അല്ല പുള്ളി ഇറങ്ങിപ്പോയി അടിക്കേണ്ട ഒരു വ്യക്തിയല്ല, മനസ്സിലായി. പക്ഷെ പകരം ലാലേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു കറുത്ത ഷർട്ടും മുണ്ടുമായിരുന്നു. ഞാൻ ഇന്ന് തിയേറ്ററിൽ ആ ഒരു ഫൈറ്റ് സീൻ ലാസ്റ്റത്തെ മൊത്തം ഞാൻ ഇരുന്ന് ആലോചിച്ചത്, ആ മുണ്ടും ബ്ലാക്ക് ഷർട്ടും ഇട്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു മാസ് സീൻ പോലെ അത് കണ്ടേനെ. അതല്ലെങ്കിൽ എന്റെ ഏറ്റവും ബെസ്റ്റ് അഭിപ്രായം, ആ ഒരു സീൻ ലാലേട്ടനെ അവിടെ ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തൃപ്തിയായിട്ട് ആ ഒരു കാട്ടിൽ വെച്ചുള്ള ഫൈറ്റ് അതുപോലെ ഗൂസ് ബംസ് തന്ന സാധനമാണ്. ആ ഒരൊറ്റ ഫൈറ്റ് മാത്രം മതി. ഞങ്ങൾ ലാലേട്ടൻ ഫാൻസിന് എന്താ സംതൃപ്തിയുടെ ആ ഒരൊറ്റ ഫൈറ്റ് മാത്രം മതി. ആ കാട്ടിലെ അതുപോലെ കിടില സാധനമാണത്. അപ്പം വീണ്ടും ഒരു ക്ലൈമാക്സ് ഫൈറ്റിൽ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഈ ജാക്കറ്റ് ഇട്ട് ലാലേട്ടൻ വരണ്ടായിരുന്നു. അത് കിടിലായ പോനെ. ഈ ഒരു മുണ്ടും ഈ പറഞ്ഞ കറുത്ത ഷർട്ടും നാട്ടിൽ ഇന്ത്യയിൽ കാല് കുത്തിയതിന് ശേഷം പുള്ളി ആ ഡ്രസ്സായിരുന്നു ധരിക്കേണ്ടതായിരുന്നു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മൾ പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടാണ് അവിടെ കാണുന്നത്, എബ്രഹാം ഖുറേഷി ആയിട്ടല്ല. എബ്രഹാം ഖുറേഷി ആയിട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും പേരെ അടിച്ചിടേണ്ട പുള്ളി ഒരു കാര്യമില്ല. പുള്ളി കളത്തിൽ ഇറങ്ങേണ്ട കാര്യമില്ല. പുള്ളി സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കണ്ടാൽ മതി. അപ്പോ പക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഇറങ്ങാം, പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതാണ് എനിക്കിതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത്. അപ്പൊ ആ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം ഈ ഒരു ഡ്രസ് കോഡിൽ വന്നൊരു മാറ്റമാണ് മേ ബി ഇത്രയും വലിയൊരു നെഗറ്റീവ് നമുക്ക് ആ ഒരു സീനിന് വന്നത്. പിന്നെ എനിക്ക് ഫൈനലി മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയത് വില്ലൻ, അതായത് റിക്യൂൺ പോപ്പുലർ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ അധികം പോപ്പുലർ അല്ല. റിക്യൂണിനെ എങ്ങനെ ആർക്കും അറിയില്ല. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ വിക്രത്തില് ലാസ്റ്റ് സൂര്യ ഒരു വില്ലനായിട്ട് വരുന്നത് നമുക്കറിയാം, സൂര്യയുടെ എന്താണെന്നുള്ളത് മനസ്സിലായി. റോളക്സ് എന്നുള്ള ഒരു കഥാപാത്രം പുള്ളി കിട്ടിയാൽ എന്താകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. റിക്യൂണിനെ പോലുള്ള ഒരു കഥാപാത്രം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു അതായത് നമ്മുടെ നാട്ടിൽ അത്രയും അല്ലാത്ത ഒരു വ്യക്തിനെ കൊണ്ടുവരുമ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ സിനിമയിൽ കാണിച്ചില്ല. ഇപ്പം ഈവൻ ഓക്കെ വേറൊരു കാസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും റിക്യൂണിനെ വെച്ചിട്ട് ഒരു സീൻ കൊടുക്കാമായിരുന്നു. ഇത് ഭയങ്കര ഒരു പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ കഴിഞ്ഞു, ഭയങ്കര നമുക്കൊരു ഇമോഷണലി അവിടെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് കണക്ട് ആയില്ല. എനിക്ക് ഇമോഷണലി അത് അയ്യോ മരിച്ചു പോയല്ലോ എന്നുള്ളൊരു നമുക്കത് ഫീൽ ആയില്ല. എന്തെങ്കിലും കുറച്ചും കൂടി ഒരു നല്ലൊരു സീൻ കൊടുത്തിരുന്നെങ്കിൽ റിക്യൂണിന്റെ ആ വില്ലനിസം നമുക്ക് കാത്തിരിക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ അതേപോലെ പറയേണ്ട ഒരു കാര്യം, ലാസ്റ്റത്തെ ലാലേട്ടന്റെ പഴയ കാലം കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയില് ആ പുള്ളി, ഞാൻ ഫസ്റ്റ് ഷോ കണ്ടപ്പോ എനിക്ക് ആ ഒരു പുള്ളി വാടാന്ന് പറയുമ്പോ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡീപ്പ് വോയിസ് അല്ല പുള്ളിക്ക്. ഓക്കെ, ആ ആക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളി ആ വാടാന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു പഞ്ച് ഉണ്ടല്ലോ, ആ ഒരു വോയിസിന്റെ ഒരു ഡെപ്ത് നമുക്ക് കിട്ടിയില്ല. മേ ബി ആ ഫസ്റ്റ് ഫാൻ ഷോവിന്റെ ഇടയിൽ അത്രയും ശബ്ദത്തിന്റെ ഇടയിൽ എന്താ അങ്ങനെ എനിക്ക് കണ്ടുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ രണ്ടാമത് ഞാൻ ഇന്നിപ്പോ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അത് ലാലേട്ടന്റെ ഒരു പഴയ ശബ്ദമാണെന്ന് എനിക്ക് ഇന്നത് ആ സീൻ കണ്ടപ്പോ എനിക്കത് ഫീൽ ചെയ്തു. ഇന്ന് എനിക്ക് കുറച്ചും കൂടെ ഓക്കെ, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. അപ്പൊ എനിക്കിതൊക്കെയാണ് എമ്പുരാന്റെ എനിക്ക് മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. നമ്മുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഒരു കളക്ഷൻ എമ്പുരാൻ കിട്ടിപ്പോയനെ. അപ്പോൾ എമ്പുരാൻ ഇനി സിനിമാ പ്രേമികളായിട്ടുള്ളവരാരും കാണാൻ ബാക്കിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ ബാക്കിയുള്ളവർ തീർച്ചയായിട്ടും പോയി കാണുക. സെൻസർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള വേർഷനിൽ നിന്ന് പുതിയതായിട്ടുള്ള വേർഷൻ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളായിട്ട് ആസ്വാദനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല.
ചെറിയ ഷോർട്സും ഡീറ്റെയിലിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പടം ഓൾറെഡി കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു അത്രയും ക്രൗഡും ഇല്ല, അത്രയും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ക്രൗഡ് ഉണ്ടല്ലോ, അതല്ലാതെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രൗഡാണ്. ഇപ്പോൾ ഫാമിലീസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ശാന്തമായിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, BGM എനിക്ക് ഇപ്പം രണ്ടാമത് കണ്ടപ്പോൾ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടെ ക്ലാസിക്കാണ്. ആകെ ആ ഒരു ഇൻട്രോ സീനും പിന്നെ കാട്ടിലെ ഫൈറ്റും കൂടെ കുറച്ച് എനിക്ക് അതിൽ വോയിസ് ഓവർ ചേഞ്ച് ചെയ്തൊക്കെ എനിക്ക് കുറച്ച് നമ്മുടെ പഴയ പാട്ടില്ലേ, ആ ഒരു വാറാണ്ട വാട എന്നുള്ള ആ ഒരു പാട്ടിൽ ഇതിനകത്ത് വേറൊരു സൗണ്ട് മോഡുലേഷൻ, വേറൊരാളുടെ സൗണ്ട് കൊടുത്ത്, അത് എനിക്കറിയില്ല, കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. എന്തോ എനിക്ക് മേ ബി പഴയത് തന്നെ പ്ലേസ് ചെയ്തിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം മതിയായിരുന്നു തോന്നി. അത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായമാണ്. അത് പൊതുവെ എല്ലാവർക്കും തോന്നണമെന്നില്ല. ബാക്കി പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോഴാണെങ്കിലും കുറേ റിവ്യൂസ് ഒക്കെ വായിച്ചപ്പോഴും എനിക്ക് ഫീൽ ചെയ്ത കാര്യം, അപ്പോൾ എനിക്കും കൂടെ ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ അത് ഷെയർ ചെയ്തത്. അപ്പം പടം കാണാത്തവർ വേഗം പോയി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, പടം കിഡിലുമാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി മേക്കിംഗ് ആണെന്നുള്ളതാണ് ഞാൻ രണ്ടാമത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പൃഥ്വിരാജ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറിന്റെ വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.